നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്ന നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമലയിൽ സംഭവിച്ചിട്ടുള്ള വലിയൊരു ദുരന്തം. അതിന്റെ ഭാഗമായിട്ട് അവിടെ ആ, വീടും കുടുംബങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു ടൗൺഷിപ്പ് നിർമ്മാണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടന ചടങ്ങായിരുന്നു ഇന്നലെ അവിടെ നടന്നത്. ആ ഒരു വേദി വെച്ച് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട MLA മാരും മന്ത്രിമാരും ഒക്കെ തന്നെ ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആ വേദിയിലേക്ക് ടി സിദ്ദിഖ് MLA അദ്ദേഹം പ്രസംഗിക്കാനായി എത്തിയപ്പോൾ വലിയ കൂക്കിവിളികളായിരുന്നു അവിടെ വേദിയിൽ ഉണ്ടായിരുന്നവർ നടത്തിയത്. അതിന്റെ വീഡിയോയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അത് അവിടെയുള്ള ഈ പറയുന്ന ദുരിതം അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല. അവർക്കൊക്കെ താൻ എന്താണ് ചെയ്തു കൊടുത്തതെന്നുള്ളത് അവർക്ക് നന്നായി അറിയാം. ഇത് വേറൊരു വിഭാഗം ആളുകളാണ് ഇത്തരത്തിൽ ഈ ഒരു കൂക്കിവിളി നടത്തിയിട്ടുള്ളത് എന്നാണ്. ഏതായാലും അത്തരത്തിലൊരു വേദിയിൽ അവിടെ ഒരുപാട് ആളുകൾ അവിടെ അവരുടെ പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് അവരവിടെ വന്നിരിക്കുന്നത്. അത്തരത്തിലൊരു വേദിയിൽ അങ്ങനെ അത് നടത്താൻ പാടുണ്ടായിരുന്നു. അതൊരു നല്ലൊരു നീക്കമായിരുന്നു ഈ ഒരു വിഭാഗം ആളുകൾ അതിനെ കൂക്കി വിളിച്ചുകൊണ്ട് വേദിയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇപ്പോൾ പിടക്കാക്കി തനിച്ചാക്കുക എന്നുള്ള സിദ്ധാന്തം നടപ്പിലാകുന്നുണ്ട്. ഏത് അവിടെ അരിഷ്ടതാവസ്ഥ സൃഷ്ടിക്കുക, കുഴപ്പമുണ്ടാക്കുക, എന്നിട്ടത് തങ്ങളുടേത് മാത്രമായി തങ്ങൾക്കെതിരായിട്ടൊരു ശബ്ദവും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ചിലരുടെ നടപടിയാണ്. സർക്കാർ പരിപാടിയിൽ തീർച്ചയായിട്ടും വളരെ ആവശ്യം പാർട്ടി പരിപാടിയാണ്, സർക്കാരിന്റെ പരിപാടിയാണ്. സർക്കാർ നടത്തുന്ന ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ മാത്രമല്ല പ്രതിപക്ഷത്തിന്റെയും കൂടെയാണ്. ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പണം എടുത്തുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ആ പദ്ധതിയിൽ പ്രതിപക്ഷത്തെ MLA-യും ഭരണപക്ഷത്തെ MLA-യും ഭരണപക്ഷത്തെ മന്ത്രിയും ഒക്കെ ഒന്നിച്ചിരുന്ന് വളരെ സ്നേഹപൂർവ്വം അവിടുത്തെ ആൾക്കാർക്ക് നൽകേണ്ട ഒരു സൗകര്യം ആണ് അവിടെ ബഹളമുണ്ടാക്കി അലങ്കോലപ്പെടുത്തി നാശമാക്കി. സിദ്ദിഖ് MLA എന്തെങ്കിലും അസ്വീകാര്യമായ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ഒരു ബഹളം ഉണ്ടായി. അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. കാരണം ഒരു യോഗം അലങ്കോലപ്പെടുത്താൻ ഒരാൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സദസ്സ് ഇളകും, സദസ്സ് അത്. പക്ഷെ അത്തരത്തിലൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വാർത്തകൾ നമ്മൾ അല്ലെങ്കിൽ മറിച്ചൊരു വാർത്ത ഭംഗിയായിട്ട് വന്നേനെ, അതിന്റെ വിഷ്വൽസ് തീർച്ചയായിട്ടും വന്നേനെ. കാരണം അവിടെ അത്ര പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ നിരവധി ക്യാമറകൾ, വിവിധ ചാനലുകളുടെ ക്യാമറകൾ, അപ്പൊ വിവിധ രാഷ്ട്രീയ ആഭിമുഖ്യമുള്ളവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ ഉയർന്നു വന്നിരിക്കും. ആ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നം പ്രത്യേകമായി ഉണ്ടായില്ല. അദ്ദേഹം ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലയിൽ സംസാരിച്ചപ്പോഴാണ് എന്തെങ്കിലും അസ്വീകാര്യമായ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, വിളി നടന്നിട്ടുണ്ടെങ്കിൽ അത് യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവരാണ്. അവരെ പോലീസ് ഉടൻ തന്നെ പിടിച്ച് പുറത്താക്കുകയായിരുന്നു വേണ്ടത്. അതിന് പകരം അത് അവരെ അനുവദിച്ചു കൊടുക്കുകയും വീണ്ടും പ്രശ്നം അലങ്കോലമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. അത് പാർട്ടി ചെയ്താലും കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും അതൊന്നും ഭൂഷണമല്ല. ഇതിപ്പോ നമ്മളൊന്ന് ആലോചിക്കണം, ഇവിടെ ഇപ്പൊ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുഖ്യവർക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം മുമ്പൊക്കെ ഒരു മൈക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒന്ന് കംപ്ലൈന്റ് ആയതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസ് എടുത്തതാണ് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു MLA പ്രസംഗിക്കാനായി എത്തിയപ്പോൾ അദ്ദേഹം ആ ഒരു ദുരന്തം നടന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് ആ സമയത്ത് രക്ഷാപ്രവർത്തനത്തിലൊക്കെ തന്നെ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവരോടൊപ്പം തന്നെ നിന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ പ്രസംഗിക്കുമ്പോൾ ഇത്തരത്തിൽ ഈ കൂകിയിട്ടുള്ള അവരാരും ആയിക്കോട്ടെ, അപ്പൊ പക്ഷെ അവർക്കെതിരെ ഒരു നടപടി പോലും എടുക്കില്ല, അല്ലെങ്കിൽ അവരാരാണ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും തന്നെ ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ അലങ്കോലപ്പെടുത്തി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രോഷാകുലനാകും, അവിടുത്തെ മന്ത്രി MLA സാധാരണ പാർട്ടി പ്രവർത്തകൻ ഒക്കെ രോഷാകുലരാകും. അതിന് നടപടിയെടുക്കാൻ മുന്നോട്ട് വരാൻ എല്ലാവരും അഭ്യർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ തന്നെ അവരെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും പിന്നെ സർക്കാർ പരിപാടി അലങ്കോലപ്പെടുത്തിയതിന് അവിടെ ചിലപ്പോൾ വധശ്രമത്തിന് വരെയുള്ള കേസുകൾ എടുക്കുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു സർക്കാർ പരിപാടിയിൽ MLA സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ അലങ്കോലപ്പെടുത്തി ഒരാൾക്ക് പോലും എതിരെ കേസെടുത്തില്ല, ഒരാൾക്ക് പോലും നടപടിയെടുത്തില്ല, ഒരാളെ പോലും എന്തുകൊണ്ട് അവിടുന്ന് പുറത്താക്കിയില്ല എന്നുള്ളത് ചോദ്യമാണ്. ഇതിനർത്ഥം ചിലർ ചെയ്യുമ്പോൾ ശരിയാണ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം കേരളത്തിലുണ്ട്. പ്രത്യേകിച്ച്
പാർട്ടിയിൽ അത്തരം ഒരു കീഴ്വഴക്കമുണ്ട്. തങ്ങൾ ചെയ്യുന്ന തെറ്റുകളല്ല, മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ വലിയ തെറ്റാണ്. ഇത് നമ്മൾ എല്ലാ പരിപാടിയും കാണുന്നതാണ്. ഇവിടെ മോഹൻ കുന്നുമ്മൽ എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ വളഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിക്ക് ചുറ്റും 20 പിള്ളേർ നിന്ന് ഒന്നാം തരം തെറി വിളിക്കുകയും ഇറങ്ങി വാട എന്ന് പറഞ്ഞ് ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടാകുന്ന വിധത്തിൽ സംസാരിക്കുകയും ചെയ്തത് തെറ്റല്ല. അതേസമയം വീണ ജോർജ് വഴിക്ക് 2 പിള്ളേർ വന്ന് കുപ്പി വിളിച്ചതും കരിക്കൊടി കാണിച്ചതും വലിയ തെറ്റാണ്. അവരടുത്തോട്ട് പോലും വന്നിട്ടില്ലെങ്കിലും അവര് പൊങ്ങയ്ക്ക് പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു ഒരു നെറേറ്റീവ് ഉണ്ടാക്കുക, എന്നിട്ട് അവർക്കെതിരെ വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കുക. ഇത്തരം വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക്, പാർട്ടിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ രാജ്യത്ത് അനിശ്ചിതാവസ്ഥ ഉണ്ടാവും. ജനങ്ങൾ തിരിയും, ജനങ്ങൾക്ക് ഇത് തെറ്റാണെന്ന് തോന്നും. അപ്പോഴാണ് ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാകുന്നത്. ഭരണം എന്ന് പറയുന്നത് സുതാര്യമായിരിക്കണം, ഭരണം എന്ന് പറയുന്നത് ജനാധിപത്യപരമായിരിക്കണം, ഭരണം എന്ന് പറയുന്നത് നീതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കണം. ഭരണത്തിലിരിക്കുന്നവർ തെറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മെഷീനറി ഉപയോഗിച്ചാണ്. പോലീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകക്ഷിയുടെ വസ്തുവല്ല, ഇവിടെ ഒരു മെഷീനറി അല്ല. അത് ഇവിടുത്തെ ജനങ്ങൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുക. മുഴുവൻ പേരും അല്ല, ഭൂരിപക്ഷം എന്ന് നമ്മൾ വന്ന ഭൂരിപക്ഷം പേര്. പക്ഷെ വേറൊരു മഹാന്യൂനപക്ഷവും ഇവിടെ നിൽപ്പുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന് വളരെ റോളുണ്ട്. ആ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ന്യൂനപക്ഷമൊന്നും അല്ല, 4-5% വ്യത്യാസത്തിനാണ് നമുക്കറിയാം ഇവിടെ ഭരണം നഷ്ടപ്പെടുന്നതും കിട്ടുന്നതും. അപ്പോ കോടിക്കണക്കിന് ജനങ്ങൾ 2 പക്ഷത്തും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നല്ലത് പ്രവർത്തിക്കാൻ കഴിയുക. നല്ലത് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ഭരണവിരുദ്ധ വികാരമായി മാറുന്നത്. ഭരണത്തിലിരിക്കുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത് ഭരണ അനുകൂല വികാരമായി മാറുകയും, അതായത് എതിർക്കുന്നവർക്ക് പോലും എതിർക്കാൻ നിവൃത്തിയില്ലാതെ വരുന്നു. പ്രതിപക്ഷത്തിരിക്കുന്നവർ വെറുതെ പുലമ്പുന്നതായിട്ട് അവര് തന്നെ പറഞ്ഞോളൂ. നമ്മള് ഭരണകക്ഷി ഒന്നും ചെയ്യണ്ട. ഭരണകക്ഷി ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് പ്രതിപക്ഷം എതിർത്താൽ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അത് എങ്ങനെ പ്രതികരിക്കണമെന്ന്. അവർ പ്രതികരിച്ചോളൂ. അത് പ്രതികരിക്കാനുള്ള അവസരം അവർക്കുണ്ട്, അവരത് ചെയ്യും. പക്ഷെ നമ്മൾ കൃത്യമായി അവരെ ഓരോ നാടകങ്ങൾ സൃഷ്ടിച്ച് പ്രതികരിക്കാൻ വേണ്ടി വിളിച്ചാൽ അത് പ്രതികരണം നടക്കില്ല. അതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. സിദ്ദീഖിന്റെ കാര്യത്തിലും അതാണ് കണ്ടിട്ടുള്ളത്. സിദ്ദീഖിന്റെ ഈ വിഷയത്തിൽ സിദ്ദീഖിന് സംസാരിക്കാൻ അവിടെ അവസരം കൊടുക്കാതിരുന്നപ്പോൾ അവിടെ വേദിയിലിരുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറയേണ്ടതാണ് നിശബ്ദരായിരിക്കാൻ. അദ്ദേഹം കോട്ടയത്തൊരു സമ്മേളനം, പാർട്ടി സമ്മേളനം നടന്നപ്പോ വലിയ അലങ്കോലമുണ്ടായ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം അന്ന് PS പിണറായി പക്ഷം 2ആയി തിരിഞ്ഞുകൊണ്ട് അടി നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി കോട്ടയത്ത്. അന്ന് അദ്ദേഹം ആ സ്റ്റേഡിയത്തിലിരുന്ന മുഴുവൻ ജനങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാൻ കണ്ടതാണ്. ചാടി എണീറ്റ് അദ്ദേഹം പറഞ്ഞു, ഒരുത്തൻ ഇവിടെ ബഹളം ഉണ്ടാക്കി പോരുത്, എല്ലാവരും മര്യാദയ്ക്ക് നിൽക്കണം, പാർട്ടി ഭാരവാഹികൾ തന്നെ നടപടിയെടുക്ക്, എല്ലാവരെയും കാര്യം ചെയ്യാൻ പറഞ്ഞു. ഇതിനകം അവിടുത്തെ പ്രശ്നം അവസാനിച്ചു. അങ്ങനെ കമാൻഡിങ് പവർ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ആ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ ആരെങ്കിലും എതിർ കക്ഷിയിലുള്ള MLA-ക്കെതിരെയാണെങ്കിലും കൂക്കി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചവരായി കണക്കാക്കി അവർക്ക് നടപടിയെടുക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടത്. അദ്ദേഹം അതിനുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് പകരം മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം പാർഷ്യാലിറ്റി കാണിക്കുന്നു, പക്ഷപാതപരമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നിയെന്ന് വരും. അപ്പൊ അത് ഇലക്ഷൻ കാലത്ത് ഒട്ടും നല്ലതല്ല. എപ്പോഴായാലും ഇതൊക്കെ ജനങ്ങൾ ഓർത്തുവെച്ച് പിന്നീട് അത് ഭരണവിരുദ്ധ വികാരമായി തന്നെയായിരിക്കും. അവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം അവിടെ വയനാട് MP നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി അതിന് പകരമായിരിക്കോ T. സിദ്ദിഖ് MLA അവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്? MP എത്തണമെന്നില്ല. അദ്ദേഹം അവരെ പ്രതിപക്ഷത്തെ ഒരു വലിയ നേതാവാണ്. അവർക്ക് ചിലപ്പോൾ അവിടെ എത്താൻ കഴിഞ്ഞിരിക്കില്ല. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പാർട്ടി ലീഡർ ആയതുകൊണ്ട് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവര് തന്റെ ഒരു MLA അയച്ചതാണെങ്കിൽ ഉൾക്കൊള്ളുന്നതല്ലേ. അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കൽപ്പറ്റ MLA ആണ്. അപ്പൊ കൽപ്പറ്റയിലെ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് കൂടിയാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുക. അപ്പൊ ചൂരൽമല മാത്രമല്ല, പ്രദേശത്തെ ഒരു MLA കൂടെയാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ വന്നപ്പോൾ ഏത് MLA ആയാലും 140 MLA-മാരും ഇവിടുത്തെ 3.5 കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ 140. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോട്ടോകോൾ എന്നൊക്കെ പറയുന്നത്. MLA-ക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നത്, MLA-ക്ക് എവിടെ കയറി ചെല്ലാനും അവസരം കൊടുക്കുന്നത്, MLA എവിടെ കയറി ചെന്നാലും അംഗീകരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് MLA ആയതുകൊണ്ടല്ല.
അയാൾക്ക് പ്രത്യേക കൊമ്പുള്ളതുകൊണ്ടല്ല. അവർക്കൊരു പ്രോട്ടോകോൾ കൊടുത്തിരിക്കുന്നത് അവർ ജനങ്ങളുടെ പ്രശ്നം പറയാൻ വരുന്നതാണ് എന്നുള്ളതുകൊണ്ട്. കൽപ്പറ്റ MLA വരുമ്പോൾ കൽപ്പറ്റയിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നം പറയാൻ അദ്ദേഹം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല കാര്യത്തിനാണ് അദ്ദേഹം വരുന്നത് എന്നുള്ള ധാരണയിലാണ് നമ്മൾ അവർക്ക് VIP പദവി കൊടുത്തിരിക്കുന്നത്. ആ പദവി ആ അർത്ഥത്തിലല്ല അദ്ദേഹം ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ എതിർക്കാൻ പോവാം. അല്ലാത്ത സന്ദർഭങ്ങളിൽ എതിർക്കുകയും കൂപ്പുകയും ചെയ്യുന്നത് തെറ്റായ കീഴ്വഴക്കം തന്നെയാണ്. ഇതൊന്നും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല. ജനാധിപത്യം എന്ന് പറയുന്നത് എനിക്ക് മാത്രം ഗുണകരമായി ചെയ്യുക, എതിർ കക്ഷിക്ക് ഗുണകരമല്ലാതെ ചെയ്യുക എന്നുള്ള ലൈനാവരുത്. ഭരണപക്ഷം പ്രതിപക്ഷം അധികാരത്തിൽ കയറിയാൽ പാടില്ലെന്നാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് പോലും, മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ചെയ്യാറില്ല, ഞാൻ പറഞ്ഞത് മറ്റു പല പാർട്ടികളും ഇന്ത്യയിൽ ആദ്യകാലത്ത് അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പാർട്ടി സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടാണ് മന്ത്രിമാരും ഒക്കെ ആയിട്ടിരുന്നത്. പാർട്ടിയിലുള്ള മുഴുവൻ പദവികളും അവർ ഒഴിയും. പാർട്ടിയുടെ ഒരു പരിപാടികൾ പോലും പങ്കെടുക്കില്ല. അവർ പൊതുപരിപാടികളിലേ പങ്കെടുക്കുള്ളൂ. പാർട്ടി പരിപാടികൾ 5 വർഷം കഴിഞ്ഞിട്ടേ പങ്കെടുക്കുള്ളൂ. മന്ത്രിയായിരിക്കുമ്പോൾ MLA ആയിരിക്കുമ്പോൾ പങ്കെടുക്കാം, MP ആയിരിക്കുമ്പോൾ പങ്കെടുക്കരുത് എന്നൊക്കെ നിഷ്കർഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും അത് പിന്തുടർന്നില്ല എങ്കിൽ പോലും അതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ നല്ല കീഴ്വഴക്കം. ഒരാൾ MLA ആയി കഴിഞ്ഞാൽ അയാൾ 100% ആ നാടിന്റെ MLA ആയിരിക്കണം, അയാൾക്ക് പിന്നെ പാർട്ടി. ഒരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ അയാൾ 100% ആ സംസ്ഥാനത്തെ മന്ത്രിയായിരിക്കണം, അയാൾക്ക് പിന്നെ പാർഷ്യാലിറ്റി പാടില്ല. കാരണം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് സങ്കടം പറയാനും ആ സങ്കടം നീതിപൂർവമെങ്കിൽ തീർപ്പാക്കാനുമുള്ള കെൽപ്പ്, അതിനുള്ള അന്തസത്ത അദ്ദേഹത്തിന് ഉണ്ടാവണം. അതാണ് ജനാധിപത്യം. അതില്ലാതെ വരുമ്പോഴാണ് ഭരണവിരുദ്ധ വികാരമായിട്ട് നമുക്കിതെല്ലാം പ്രതിഫലിക്കുന്നത്. ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി പലപ്പോഴും ഭരണവിരുദ്ധ വികാരമായിട്ട് വരും. തിരുവനന്തപുരത്ത് നഗരസഭ നഷ്ടപ്പെടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് അന്നത്തെ മേയറുടെ ചില പ്രവർത്തികളായിരുന്നു നമ്മൾ കണ്ടതല്ലേ. ആര്യ രാജേന്ദ്രൻ പറയുന്ന വാക്കുകൾ, പ്രവർത്തിക്കുന്ന ശൈലി ഒക്കെ ജനാധിപത്യപരമല്ലെന്ന് തിരുവനന്തപുരത്തുകാർക്ക് തോന്നിയത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് വളരെ എളുപ്പത്തിൽ താമര വിരിഞ്ഞത്. അല്ലെങ്കിൽ താമര വിരിയുക ഇവിടെ അത്ര എളുപ്പമല്ല. കാരണം എല്ലാ സീറ്റും എല്ലായിടത്തും അതുപോലെ BJPക്ക് സ്വാധീനം എത്തിയിട്ടില്ല. ഇപ്പൊ പോലും നമ്മൾ കാണുന്നതാണല്ലോ. ആ സന്ദർഭത്തിൽ പോലും BJPക്ക് അനായാസം സീറ്റുകൾ കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് കേവല ഭൂരിപക്ഷം വ്യക്തമായിട്ടുണ്ടായേനെ. പക്ഷെ അല്ലാതെ പോലും സ്വതന്ത്ര പിന്തുണയോടുകൂടി അവർക്ക് ഇപ്പൊ ഭൂരിപക്ഷം കിട്ടിയത് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് 40 സീറ്റിനപ്പുറം അവർക്ക് കിട്ടില്ല. പലരും വിലയിരുത്തുന്നത് ഏതാണ്ട് അതുപോലെയാണ്, 40 അല്ലെങ്കിൽ 45 അതിനപ്പുറം കിട്ടുന്നത്. എന്തുകൊണ്ട് 50 അല്ലെങ്കിൽ 50 കടന്നത് ഗവൺമെന്റിനെ കൂടെ പിടിച്ച് അവർക്ക് ഭരിക്കാൻ കഴിയും? അതിൽ ഒരു 5 or 6 സീറ്റുകൾക്കെങ്കിലും കാരണം, അല്ലെങ്കിൽ അത്രയും ശതമാനം ജനങ്ങളുടെ മനസ്സ് മാറാനുള്ള കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അപ്പൊ ഭരണവിരുദ്ധ വികാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ ഭരണത്തിൽ ഇരിക്കുന്നവരുടെ പ്രവൃത്തി, ഭരണത്തിലിരിക്കുന്ന MLA-യുടെ പ്രവൃത്തി, മന്ത്രിയുടെ പ്രവൃത്തി, കൗൺസിലറുടെ പ്രവൃത്തി, മേയറുടെ പ്രവൃത്തി ഒക്കെ തന്നെ ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാണ്. ഇത് എല്ലാ പാർട്ടികളും ആലോചിച്ചാൽ പിന്നെ ഭരണവിരുദ്ധ വികാരം മറയ്ക്കാൻ നമുക്ക് ക്യാപ്സ്യൂളുകളോ നാടകങ്ങളോ അല്ലെങ്കിൽ TV ചാനലുകളിൽ നമ്മുടെ പണം മുടക്കി വലിയ ഷോകളോ ഒന്നും നടത്തേണ്ട കാര്യം വരില്ല. സിനിമാ നടന്മാരില്ലാതെ നമ്മുടെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയും. ജനങ്ങൾ അത് കേൾക്കും, ഇരുന്ന് കേൾക്കും. EMS നമ്പൂതിരിപ്പാട് ഉത്തരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിക്കുന്നു എന്ന് ഒരു ചെറിയ ചോക്ക് ഇട്ട് എഴുതുമ്പോൾ പണ്ട് ആൾക്കാർ സൈക്കിൾ എടുത്തും ബസ്സിൽ തൂങ്ങിയും ഒക്കെ പുത്തരിക്കണ്ടം മൈതാനത്ത് നിറഞ്ഞ സദസ്സിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരുന്നു. അവിടെ EMS വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ പ്രേം നസീറിനെയോ സത്യനെയോ ഒന്നും കൊണ്ട് അവതരിപ്പിച്ചിരുന്നില്ല. സത്യനും പ്രേം നസീറിനും കിട്ടുന്ന ആൾക്കൂട്ടം EMS നമ്പൂതിരിപ്പാട് പുത്തരിക്കണ്ടത്ത് പ്രസംഗിക്കുന്നു, മാനാഞ്ചിറ മൈതാനത്ത് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയിരുന്നു. അതെന്തുകൊണ്ടാണ്? അവര് പറയുന്നതിൽ കഥയുണ്ട്, അവര് പറയുന്നത് എനിക്ക് ശ്രവിക്കേണ്ടതാണ്, അതിൽ ജനാധിപത്യമുണ്ട്, അതിൽ ബഹുജന പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളുണ്ട്, ബഹുജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒത്തിരി കാര്യമുണ്ട്, ഈ രാജ്യത്തിന് അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയുകൊണ്ടാണ് അത് സ്വന്തം കാശ് മുടക്കി ബസ്സിൽ തൂങ്ങി അവിടെ പോയി ഇറങ്ങി കണ്ടിട്ട് രാത്രി തിരിച്ചു വന്നിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ തള്ളിൽ ദിക്കിലും ഒക്കെ ഞാനും അങ്ങനെ പോയി കണ്ടിട്ടുള്ള ഒരാളാണ്, ചെറുപ്പക്കാരനായിരുന്ന. അപ്പൊ നമ്മള് എങ്ങനെയാണ് ജനങ്ങളെ സമീപിക്കുന്നത്? നമ്മൾ നിഷ്പക്ഷനായി നല്ല അഭിപ്രായം, നിഷ്പക്ഷത എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് പാർട്ടിസാൻ അഭിപ്രായം പറയുന്നതിനൊന്നും കുഴപ്പമില്ല. പാർട്ടിസാൻ അഭിപ്രായം പറയുമ്പോഴും അതിനകത്ത്
എതിരാളിക്ക് ദഹിക്കുന്ന ഒരു എലിമെന്റ് വേണം. എതിരാളിക്ക് ദഹിക്കുന്ന എലിമെന്റ് ഇല്ലാതെ ധാർഷ്ട്യം കൊണ്ട് നീ അവിടെ ഇരി, അല്ലെങ്കിൽ അവനെ കൂവി തോൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സിദ്ധാന്തം കൊണ്ടുവരുമ്പം അത് ജനങ്ങളിൽ വെറുപ്പും അവമതിപ്പും ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷം ഇല്ലാതായി പോകും എന്നുള്ളത് എല്ലാവരും മറക്കാതെ വെച്ച് നോക്കേണ്ടതാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കും. ഉറപ്പായിട്ടും ജനങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടും വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലമാണ്. ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഈ ഒരു മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായ ദുരന്തത്തിന്റെ സമയത്തൊക്കെ തന്നെ ഒന്നടങ്കം മലയാളികൾ ഒരുമിച്ച് നിന്നതാണ്. അവർക്കൊപ്പം പല സഹായങ്ങളും നമ്മുടെ പല ഭാഗത്തു നിന്നും അവിടേക്ക് എത്തിച്ചതാണ്. അങ്ങനെയുള്ള അവിടെയുള്ള അതിജീവിത ആയിട്ടുള്ള ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷമായിരുന്നു ഇന്നലെ. പക്ഷെ ആ ഒരു വേദിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഏതായാലും ഈ സാറ് പറഞ്ഞതുപോലെ ജനങ്ങൾ ഇതൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഒരു മറുപടി ജനം വോട്ടിലൂടെ തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതും തീർച്ചയാണ്. നമസ്കാരം.